ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. അപ്പം ഇതെന്താണെന്നല്ലേ? ഇടിയപ്പം അല്ല കേട്ടോ, ഇഡ്ഡലിയല്ല. കണ്ടോ, നാരങ്ങ. ഈ നാരങ്ങ നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എല്ലാം ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, നാരങ്ങ നന്നായി കഴുകിയിട്ട് ഇതുപോലെയുള്ള ഇടിയപ്പത്തിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റും കേട്ടോ. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി വന്നു കഴിയുമ്പോൾ ഇതൊന്ന് ഓഫാക്കി വെക്കണം. പൊട്ടി പോർത്തിട്ടോ, എൻ്റെ മിക്കതും പൊട്ടി പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാനിതിട്ടിട്ട് മഴ പെയ്യാൻ പോയപ്പോൾ തുണി എടുക്കാനായിട്ടൊന്ന് പോയി, എല്ലാം പൊട്ടിയില്ല. അപ്പോൾ പൊട്ടാതെ നമ്മളിതൊന്ന് ആവി കയറ്റി എടുക്കണം. ആവി കയറ്റി എടുത്തിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിവിടെ ഇരുന്നിട്ടൊന്ന് ആവി പോട്ടെ, തണുത്ത് വരട്ടെ, എന്നിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. നാരങ്ങ ചൂടൊക്കെ ആറി കേട്ടോ, ചൂടാറി. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. നാരങ്ങ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണേ. നിങ്ങളെടുക്കണ നാരങ്ങയുടെയൊക്കെ അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി കേട്ടോ, കായത്തിൻ്റെ പൊടി LGയുടെ ആണ്. കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പല രീതിക്കും അച്ചാറിടും കേട്ടോ. ഇപ്പം ഞാൻ ഇടുന്നതിൽ ഒരു മോഡലാണ് ഞാൻ നിങ്ങളെ കാണിക്കണത്. ഞാൻ 2-3 ടൈപ്പിൽ അച്ചാറിടും. അതിലിപ്പോൾ ഒരു രീതിയാണ്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ മുളക് പൊടി ഇട്ടില്ലേ, ആ മുളക് പൊടിക്ക് പകരം നിങ്ങൾ അച്ചാർ പൊടി യൂസ് ചെയ്യണവരാണെങ്കിൽ ആ സമയത്ത് മുളക് പൊടി ഒഴിവാക്കിയിട്ട് അച്ചാർ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കണം. ഇനി ഞാനിത് 2 ദിവസം കഴിഞ്ഞാണ് ഈ അച്ചാർ ഇടുകയുള്ളൂ. അതുവരെ ഞാനിതിനെ അടച്ച് വെച്ചേക്കും. അപ്പോൾ ഞാൻ ഇനി ബാക്കി അച്ചാറിടുന്ന രംഗം 2 ദിവസം കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നാരങ്ങ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള 2 ദിവസമല്ല കേട്ടോ. ഇന്ന് നാരങ്ങ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ട് 3 ദിവസമായിട്ടോ. അപ്പോൾ എല്ലാം നല്ല പോണം മുളക് പൊടിയൊക്കെ പിടിച്ച് നല്ല അവിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നാരങ്ങ ഇങ്ങനെ നിങ്ങൾ 2 ദിവസം 3 ദിവസം ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല പോലെ നാരങ്ങ അവിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് നാരങ്ങ നന്നായിട്ട് അവിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അച്ചാറുണ്ടാക്കാൻ നോക്കാം. അച്ചാറുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അച്ചാറിടാൻ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചേക്കുക കേട്ടോ. ഇതുപോലെ ചതച്ചെടുക്കുകയാണെങ്കിൽ മിക്സിയിലിട്ട് ഒരിക്കലും അടിക്കരുത്. ഈ കല്ലേൽ വെച്ചിട്ട് ഇടിക്കുന്ന കല്ലില്ലേ, അതിൽ വെച്ചിട്ട് ഞാൻ ചതച്ചെടുത്തേക്കുന്നതാണ്. ഇതുപോലെ ചതച്ചെടുക്കുകയാണെങ്കിൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ അച്ചാറിലേക്ക് വേഗം പിടിക്കും കേട്ടോ. ഞാനിപ്പോൾ അച്ചാറിട്ടാലും ഇങ്ങനെ ചതച്ചിട്ടാട്ടോ വെളുത്തുള്ളി എടുക്കണത്. അപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തത് വേണം. കുറച്ച് ഇഞ്ചി കുരുന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ മുളക് പൊടിയല്ല ഇടുന്ന അച്ചാർ പൊടിയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ അച്ചാർ പൊടി എടുത്താൽ മതി കേട്ടോ. ഞാൻ മുളക് പൊടി എടുത്തിട്ട് വറുത്ത് പൊടിച്ച് വെച്ചാൽ ഉലുവാപ്പൊടി ഉണ്ട്. പിന്നെ LGയുടെ കായപ്പൊടി, നമ്മൾ കായപ്പൊടി അന്നേരം ചേർത്തായിരുന്നു, കുറച്ചുകൂടി നമുക്കിനി ചേർക്കണം. അപ്പം നമുക്ക് അച്ചാർ തയ്യാറാക്കാം. സ്റ്റൗ കത്തിക്കട്ടെ. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ നല്ലെണ്ണ കാണിച്ചു തരാൻ മറന്നു പോയിട്ടോ. ഞാൻ നല്ലെണ്ണ ആട്ടം എടുത്തേക്കണത്. നമുക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ എടുത്തേക്കണത് നമ്മൾ 1 കിലോ നാരങ്ങയല്ലേ, 200 ml നല്ലെണ്ണ ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചി പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം.
ഇതെല്ലാം എണ്ണ കിടന്നൊന്ന് സെറ്റാവട്ടെ. നമ്മുടെ ഉള്ളിയും ഇഞ്ചി പച്ചമുളക് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. സിമ്മിലാക്കി വെച്ചിട്ട് വേണം കേട്ടോ മുളക് പൊടി. ഞാൻ എല്ലാം സിമ്മിലാക്കി വെച്ചിട്ടാണ് കേട്ടോ ചെയ്തേ. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങളൊന്ന് തീ ഓഫാക്കിക്കോ. ഇനിയിപ്പോൾ തീയൊന്ന് ഓഫാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ എല്ലാവരുടെയും കരിഞ്ഞു പോകും കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. ഉലുവാപ്പൊടി കഴിക്കും ഒരുപാട് ഇട്ടാൽ. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യമേ നാരങ്ങ ഇട്ടപ്പോൾ കായപ്പൊടിയൊക്കെ ഇട്ടതാണ്. അത് കാരണം കുറച്ച് ഇട്ടാൽ മതി. വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി. നാരങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. വിനാഗിരിയൊക്കെ നമുക്ക് ശരീരത്തിന് കേടാം. ഇനി നമ്മൾക്ക് അരിഞ്ഞ് വെച്ചേക്കണ ആ നാരങ്ങയില്ലേ, അത് ഞാൻ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ നാരങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലെയിം ഓണാണ് കേട്ടോ. അതായത് തീ കത്തുന്നുണ്ട് അടിയിൽ. ഇതൊന്ന് ഞാൻ നാരങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കണം. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്. ഞാൻ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അച്ചാറിന് ഉപ്പ് മുൻപന്തിയിൽ നിന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല രുചികരമായ അച്ചാറാണ്. പഞ്ചസാരയൊക്കെ ചേർത്ത് വെച്ച കാരണം ഒരു ചെറിയ മധുരമുണ്ട്. ചിലർ ഈന്തപ്പഴം ഇടും കേട്ടോ. എല്ലാം നല്ല അലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ നാരങ്ങയുടെ തൊണ്ടൊക്കെ 3 ദിവസം ഇരുന്നില്ലേ. 2 പറഞ്ഞാൽ എൻ്റെ 3 ദിവസം ഇരുന്നു. അപ്പോൾ നല്ല രുചികരമായ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരിക കേട്ടോ കണ്ടിട്ട്. അപ്പോൾ ഇങ്ങനെ നല്ലെണ്ണയൊക്കെ അധികം ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അച്ചാർ എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഇത് ഒരു രാത്രി ആയിട്ട് ഉണ്ടാക്കിയാണ്. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല അച്ചാറിലെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഈ അച്ചാർ നിങ്ങളൊന്ന് തയ്യാറി നോക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.